ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ചെമ്പാക്കി രേഖപ്പെടുത്തിയ ദേവസ്വം നടപടിയിലെ വീഴ്ചകൾ പുറത്തുവന്നു. ചട്ടങ്ങൾ അട്ടിമറിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയത്. 2019 ജൂലൈ 20 നടന്ന കൈമാറ്റത്തിൽ തിരുവാഭരണം കമ്മീഷണർ പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥർ അനുഗമിക്കാതെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടുവെന്നുമാണ് ഈ മഗസറിൽ വിവരങ്ങൾ പറയുന്നത്. 2019 കൈമാറ്റം നടക്കുമ്പോൾ മഗസറിൽ ഒപ്പിട്ടിരുന്നുവെന്ന് ശബരിമല മുൻ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി 24-നോട് പറഞ്ഞു. സാറേ, ഞാൻ വിളിച്ചത് നിലവിലെ ഈ സ്വർണ്ണപ്പാളിയാണല്ലോ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. അതെ. ഇതിനകത്ത് അന്ന് ഇത് നമ്മൾ 2019 ഇത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാനുണ്ടായ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ എന്താ വെച്ചാലേ, ഇത് മേൽശാന്തി എന്നുള്ള നിലയില് എനിക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഒരു റോളും ഇല്ല. വെച്ചാൽ 19 മുമ്പ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ടോ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇതൊന്നും എനിക്ക് അറിയില്ല. അതിന്റെ ഇത്തരം വിഷയങ്ങൾ സാങ്കേതികമായിട്ട് നമുക്ക് ചിലപ്പോ ഇപ്പൊ അവിടെ കൊണ്ടുപോകുന്ന സമയത്തൊരു സാക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ ഒപ്പിടേണ്ട ചില സന്ദർഭങ്ങളോ അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ മഹസറിൽ ഒപ്പിട്ടുണ്ട് അത് എന്തേ ഉള്ളൂ വിചാരിച്ചു കഴിഞ്ഞാല് അതില് നമുക്ക് ഇത്രയേ ഉള്ളൂ. അത് എല്ലാവരും ഇപ്പൊ അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അത് കൊണ്ടുപോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒപ്പിടണം എന്ന് പറയും. അത് അവിടുന്ന് ഓഫീസ് നമ്മളോട് വന്ന് പറയണു, നമ്മൾ അവിടെ ഒപ്പിട്ട് കൊടുക്കണു, അത്രേ ഉള്ളൂ സത്യത്തില്. അപ്പോ നമ്മളെ സംബന്ധിച്ചുള്ള അതിൽ ഒരു അഭിപ്രായം പറയാന്നുള്ളത് ഒരു അനൗചിത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനീഷ് മുഖിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയും. SKN നിലവിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായും ഈ 2019 ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ തിരുവാഭരണ കമ്മീഷണർ, അത് ബൈജു ആണ്. തിരുവാഭരണ കമ്മീഷണറായ ബൈജു അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒപ്പം തന്നെ ആ മഹർസറിൽ ഭാരം ഒക്കെ തന്നെ അളന്നു തൂക്കുന്ന പരിപാടിയിൽ അത് തിരിച്ചു കൊണ്ടുവന്നത് 2019 കൊണ്ടുപോയത് ജൂലൈ മാസത്തിലാണ്, തിരിച്ചു കൊണ്ടുവന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ 2 യോഗത്തിലും ഈ തിരുവാഭരണ കമ്മീഷണർ പങ്കെടുത്തില്ല, മഹസറിൽ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അതിൻ്റെ ഒരു കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ പങ്കെടുത്തില്ല എന്ന് പറയുന്ന ഭാഗം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ, സ്വർണ്ണ പൂശൽ, സ്വർണ്ണ പൊതിയിലടക്കമുള്ള നടപടികൾ നടത്തണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ ആകണമെന്നുള്ള ദേവസ്വം നിയമം, ദേവസ്വം ബൈലോ നിലനിൽക്കുകയാണ്, ബാൻഡിൽ നിലനിൽക്കുകയാണ്. ഈ രീതിയിൽ പുറത്തേക്ക് ബംഗളൂരുവിലും ചെന്നൈയിലും കൊണ്ടുപോയി ഈ രീതിയിൽ സ്വർണം പൂശിയത്. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ, ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെ ഈ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് നൽകുന്നതെങ്കിൽ അനുഗമിക്കണം എന്നുള്ള നിയമം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കാതെ ഇത്തരത്തിൽ വില കൂടിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണപ്പാളികൾ വിട്ടു നൽകിയത്. അത് ചെമ്പെന്ന് കൂടി ചേർത്തിരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ VN വാസുദേവൻ നമ്പൂതിരിയാണ്, അവിടെ ശബരിമലയിലെ മുൻ മേൽശാന്തിയാണ്. ആ സമയത്ത് 2010 മേൽശാന്തിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് കൊടുത്തുവിട്ടത്, കൈമാറ്റം ചെയ്തത് ചെമ്പ് പാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യത്തിൽ തനിക്ക് നിശ്ചയമില്ല. കാരണം 2 കണ്ടാൽ മഞ്ഞ നിറമാണ്, 2 ഒരുപോലെ ഇരിക്കും. ഇത്തരം മഹസറടക്കമുള്ള കാര്യങ്ങൾ താൻ ഒപ്പിട്ടിരുന്നു. പക്ഷേ മഹസറിൽ ഒപ്പിടുമ്പോൾ എന്താണ് ഉള്ളടക്കം എന്ന കാര്യത്തിൽ തനിക്ക് ഒരു വ്യക്തതയില്ല. അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചുകൊണ്ട് ഒപ്പിട്ട് നൽകുകയാണ് രീതി. ആ കാര്യങ്ങൾ താൻ അഭിപ്രായം പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യാറില്ല. തീരുമാനമെടുക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരാണ് അന്തിമമായി കാര്യങ്ങൾ എടുക്കുക. അതിൽ ഒപ്പിടുക മാത്രമാണ് തന്റെ ജോലി എന്നാണ് നിലവിൽ VN വാസുദേവൻ നമ്പൂതിരിപ്പാട് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.